ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ് സൊസൈറ്റി ഡെഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇത് എഴുതിയിട്ടുള്ളത് ആൻഡ്രൂ സലിവൻ ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഈ ഒരു ആർട്ടിക്കിളിൽ സംസാരിക്കുന്നത് ഐപോഡ് ജനറേഷനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ന്യൂയോർക്ക്, അമേരിക്ക, ലണ്ടൻ അങ്ങനത്തെ സിറ്റീസൊക്കെ എങ്ങനെയാണ്, ഭയങ്കര നൈറ്റ് ലൈഫുള്ള സ്ഥലങ്ങളാണല്ലേ. പക്ഷേ ആൻഡ്രൂ സലിവൻ ഒരു പ്രാവശ്യം ന്യൂയോർക്ക് വിസിറ്റ് ചെയ്തപ്പം കുറേ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. എന്താണെന്ന് വെച്ചാൽ കണ്ടിട്ട് ഷോക്കായ കാര്യങ്ങളെന്ന് വെച്ചാൽ ന്യൂയോർക്ക് നൈറ്റ് ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഡേ ടൈമിലാണെങ്കിൽ കുറച്ച് ഹസിൽ ബസിലൊക്കെ ഉണ്ട്. ഇനി ഈവൻ മാൻഹട്ടൻ എന്ന് പറയുന്ന സ്ഥലം പോലും ചേഞ്ച് ആയി എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ അത്രയും നൈറ്റ് ലൈഫ് ഉള്ളതാണ്. അപ്പോൾ അവിടെ ആരും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലായിടത്തും ക്വയറ്റ്നെസ് മാത്രമാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു നിശബ്ദത. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളതാണ് അദ്ദേഹം ഇനി നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ്രൂ സലിവൻ ഒബ്സർവ് ചെയ്തപ്പം ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെയൊക്കെ ചെവിയിൽ എന്താണ്, ഐപോഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് വയേഴ്സായിട്ട് ഐപോഡ്സ് അവരുടെ ചെവിയിലേക്ക് കണക്റ്റഡ് ആണെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം. അവരിലൊക്കെ സിമിലർ ആയിട്ട് ഇത് കാണാൻ സാധിച്ചു. അവർ മ്യൂസിക് ലിസൺ ചെയ്യുകയാണ് ആൻഡ് സൊസൈറ്റിയിൽ നിന്ന് അവർ വേർപെട്ട് നിൽക്കുകയാണ്. അവരുടെ ഐസിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്, അവർക്ക് സോളില്ല. അതായത് അവരെ നോക്കുമ്പോൾ തന്നെ ഒരു ജീവനില്ലാത്ത പോലെ ആണ് നമുക്ക് ഫീൽ ചെയ്യാന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ആളുകളെ ഐപോഡ് പീപ്പിൾ എന്ന് വിളിച്ചു. ആൻഡ് ഈ ഐപോഡ് പീപ്പിളിന് എന്താണെന്ന് വെച്ചാൽ അവിടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരവസ്ഥയാണ് ആളുകൾക്കുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടാണ് പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ ഇവർ ബിഹേവ് ചെയ്യുന്നത്. അതായത് ഈ ചെവിട്ടിൽ ഈ കുന്തം വെച്ച് നടക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറയുന്ന പോലെ അല്ലേ, അത് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഒന്നും കേൾക്കൂല്ല, അവർ ഒരു മൂലയ്ക്ക് ഇരുന്നോളെന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥ തന്നെ. അപ്പം പബ്ലിക് പ്ലേസിലാണെങ്കിൽ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇടിക്കുക അല്ലേ, ഇതിലേക്ക് ശ്രദ്ധ മുഴുകിയിട്ട് ബാക്കി ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നില്ല. വെനെവർ ഈ ഐപോഡ് പീപ്പിൾ മ്യൂസിക് കേൾക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അവർ എവിടെയാണ് എന്താണെന്നുള്ളത് മറന്നു പോവുകയാണ്, സ്ഥലകാലബോധം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അവരവരുടെ ഫിംഗേഴ്സ് എങ്ങനെ ചെയ്യുന്നുണ്ട്, ടാപ്പ് ചെയ്യുന്നുണ്ട്. അവർ കേൾക്കുന്ന മ്യൂസിക് അനുസരിച്ചിട്ട് ഏത് മ്യൂസിക്കാണോ കേൾക്കുന്നത് അതിനനുസരിച്ച് അവരിങ്ങനെ ഫിംഗേഴ്സ് ഇങ്ങനെ ടാപ്പ് ചെയ്യും. നമ്മളിങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ വിരലിങ്ങനെ ആക്കില്ലേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും അവരെ കോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ, വിളിക്കുകയാണെങ്കിൽ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യില്ല, കാരണം അവർ പാട്ടിൽ മുഴുകിയിരിക്കുകയാണല്ലോ, കേൾക്കില്ലല്ലോ. അതിന് അദ്ദേഹം പറയുന്നത് അദ്ദേഹവും ഈ ഒരു ഐപോഡ് പീപ്പിളിൻ്റെ ജനറേഷനിൽ വരുന്നത് തന്നെയാണ്, ഞാനും ആ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ ആദ്യം മ്യൂസിക് കേൾക്കാൻ ഡിപ്പെൻഡ് ചെയ്തത് വാക്ക്മാൻ ആയിരുന്നു, പിന്നെ MP3 പ്ലെയറിലേക്കായി, പിന്നെ ഇപ്പോൾ ഐപോഡിലേക്ക് എത്തി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഈ ഐപോഡ് യൂസ് ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കൂടി വരികയാണെന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഈ ഐപോഡ് പീപ്പിളിനെ നമുക്കിപ്പോൾ എയർപോർട്ട്സിലും റോഡിലും സബ്വേയിലൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇനിയിപ്പോൾ ആരെങ്കിലും അവരെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫീൽ ആവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ജീവനില്ലാത്ത ആൾക്കാരെ പോലെയാണ്. എന്തോ ഇങ്ങനെ കേട്ടിട്ട് അവരവരുടേതായ ലോകത്ത് ഇങ്ങനെ നടക്കുക, എവറിഡേ കോൺവെർസേഷൻ എന്നൊക്കെ ഒഴിവായി അവരവരുടേതായിട്ടുള്ളൊരു വേൾഡിൽ ട്രാവൽ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുക എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം, നമുക്കറിയാം ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് എല്ലാം തരുന്നുണ്ട് അല്ലേ, പക്ഷെ അത് ആളുകളെ ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതായത് സമൂഹം എന്ന് പറയുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്ത് ഹെൽപ്പൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ടെക്നോളജി കൂടി വരുന്നൊരു സാഹചര്യത്തിൽ ഈവൻ ഐപോഡല്ല, ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺസ് ആണല്ലേ, മൊബൈൽ ഫോൺസ് ഇപ്പം പെരുകയാണ്. കുഞ്ഞു കുട്ടികളിൽ പോലും മൊബൈൽ ഫോൺസ് ഉണ്ട്. അപ്പോൾ അവരവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ്. ഒരു റൂമിൽ ഇപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ വരികയാണെങ്കിൽ നമുക്കറിയാം, ഒരു റൂമിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടാവും. അവർ ഫോണിൽ കുത്തി കളിച്ചിട്ട് അവരിക്കുക, പരസ്പരം സംസാരിക്കൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ്, അതിൻ്റെ ഒരു തുടക്ക സമയമാണ് ഈ ഐപോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു കാര്യത്തിലുണ്ടാവുന്ന പല വ്യൂ പോയിൻറ്റ്സും മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് ഇത് കുറച്ചു. അതായത് ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ബ്ലോഗ് എടുത്തിട്ട് അതിൽ ഫേവറേറ്റ് ന്യൂസ് കാണാൻ സാധിക്കും അല്ലേ, ഒരു സാറ്റലൈറ്റ് റേഡിയോയിൽ നിന്ന് ഫേവറേറ്റ് മ്യൂസിക് കേൾക്കാം, ഒരു TV-യിൽ നിന്ന് ഫേവറേറ്റ് ചാനൽ വെക്കാം. അങ്ങനെ എല്ലാം നമ്മുടെ ആ ഒരു ഫിംഗർ ടിപ്പിലാണിപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നോളജി നമുക്ക് ഒരു വേൾഡ് തന്നിരിക്കുകയാണ്. അവിടെ നമുക്കൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ, ആരുടെ റെസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് ടോട്ടൽ ഫ്രീഡം എൻജോയ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ ഈ ടെക്നോളജി പിടിച്ചു വലിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രേഞ്ചറിനെ ആക്സിഡൻ്റലി പോയി മീറ്റ് ചെയ്യുക അല്ലേ, ചിലപ്പം കൂട്ടി ഇടിച്ചിട്ടൊക്കെ ആയിരിക്കും പരിചയപ്പെടുന്നത്. പക്ഷേ ഈ ഐപോഡ് ചെവിയിൽ വെച്ച് നടക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ഇടിച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് തട്ടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകും. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ ഐപോഡൊന്നും ഇല്ല, നമ്മൾ വെറുതെ ഒരാളെ ചെന്ന് തട്ടി നോക്കുകയാണെങ്കിൽ നമ്മൾ സോറിയൊക്കെ പറഞ്ഞല്ലേ, അങ്ങനെ ചിലപ്പോൾ ഒരു പരിചയം അവിടെ വരും.
പക്ഷെ അങ്ങനെ ഒരു ആക്സിഡൻ്റലി മീറ്റിങ്ങോ അങ്ങനത്തെ ആ ഒരു എന്താ പറയുക ഇടിച്ച് കയറുന്ന ആക്സിഡൻറ്റ് മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ തന്നെ നമ്മൾ ഓരോരുത്തരെ മീറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു ആക്സിഡൻ്റൽ മീറ്റിംഗ് ഒന്നും ഇപ്പം ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ വേറൊരാൾ കേൾക്കുന്ന പാട്ട് നമ്മളും കേൾക്കുക അങ്ങനെയൊന്നും ഇപ്പം ഉണ്ടാവുന്നില്ല. കാരണം എന്താ, സ്വന്തമായിട്ട് നമുക്ക് ഐപോഡ് ഉണ്ട്, സ്വന്തമായിട്ട് നമുക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരാളുടെ അടുത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി, എല്ലാവരും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിങ്കിൾ ചെയ്യാതെ അല്ലേ. ഇപ്പം നമുക്കറിയാം പണ്ട് തൊട്ട് തന്നെ ആളുകൾക്ക് എന്തിഷ്ടമാണ്, മ്യൂസിക് കേൾക്കാനൊക്കെ ഇഷ്ടമാണ്, എന്തിന്, റിലാക്സേഷന് വേണ്ടിയിട്ട്. അപ്പം ഇപ്പം നമുക്കറിയാലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ഒരേപോലത്തെ മ്യൂസിക്കൽ ജോണർ ഉള്ളവരാണെങ്കിൽ അവരൊരു സ്പെഷ്യൽ ബോണ്ട് ഷെയർ ചെയ്യും. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരു ആൾക്ക് മറ്റാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഏതാ ജോണർ ഇതൊന്നും അറിയില്ല, അല്ലെങ്കിൽ അവർ കേൾക്കുന്ന പാട്ട് ഏതാണെന്ന് അറിയില്ല. അപ്പം അതൊരു നെഗറ്റീവായിട്ടാണ് പറയുന്നത്. പിന്നെ ഈ ഐപോഡിൻ്റെ ഒരു മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിന് സ്വന്തമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള അവരുടെ മൂഡ് അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാം, അവരുടെ പ്രോബ്ലംസ് അവർക്ക് ഓവർകം ചെയ്യാം, മൈൻഡ് റിഫ്രഷ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം സലിവനെ സംബന്ധിച്ച് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻട്രസ്റ്റ് ക്യാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ടെക്നോളജി ആളുകൾക്ക് എന്ത് വേണമെങ്കിൽ തരുന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരു നമ്മൾ അപ്പുറത്ത് ഇരിക്കുന്ന ആളുടെ കോൺവെർസേഷൻ, രണ്ടുപേരും നമ്മുടെ അപ്പുറത്തിരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചോ, അവരുടെ കോൺവെർസേഷൻ നമ്മൾ ഓവർ ഹിയർ ചെയ്യുക അല്ലേ, അതൊക്കെ ഒരു രസമാണ്. അതൊന്നും ഇപ്പം ഇല്ല. പിന്നെ ചൈൽഡ്ഹുഡ് മെമ്മറീസിലേക്ക് പോവുക, ഒരു കുഞ്ഞു കുട്ടി കളിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് മെമ്മറീസിലേക്ക് പോവുക. പിന്നെ കിളികളുടെ ആ ഒരു ഒച്ച, അതൊരു സോങ് ആയിട്ട് നമ്മൾ കേൾക്കുക അല്ലേ. വെതർ, അതുപോലെ തന്നെ ആക്സൻറ്റുകൾ, പല ആൾക്കാർ സംസാരിക്കുന്ന ഒരു ടോണും ആക്സെൻറ്റൊക്കെ, ആ ബാക്കിയുള്ളവരുടെ ചിരികളിലേക്ക് നമ്മളൊന്ന് സഞ്ചരിക്കുക. ഇതൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. എല്ലാവരും ഐപോഡിനെ ഡിപ്പെൻഡ് ചെയ്യണം. എന്തിന്, അവരുടെ ബോർഡം മാറ്റാൻ വേണ്ടി. തനിക്ക് ബോറടിക്കുമ്പോൾ ഐപോഡ് എടുത്ത് കുത്തുന്നു, അങ്ങനെ ഇന്നത്തെ ഫോൺ പോലെ. പക്ഷേ ആൻഡ്രൂ സലിവനെ സംബന്ധിച്ച് ഒരു ഐപോഡിന് ഒരാൾ ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിൽ, അതായത് ബോർഡം ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്, അപ്പോൾ ഞാൻ ഐപോഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, എനിക്ക് വേറെ വേയ്സ് ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പം നമ്മൾ ഫോണായിട്ട് കണക്ട് ചെയ്ത് നോക്കും, ഞാൻ ഇപ്പം ചുമ്മാ ഇരിക്കുകയാണ്, അപ്പോൾ എനിക്ക് ഭയങ്കര ബോറടിക്കുക, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫോൺ എടുത്ത് കളിക്കും അല്ലേ. പക്ഷേ നേരെ മറിച്ച് ഞാൻ ഫോൺ എടുക്കണില്ല എന്ന് തീരുമാനിച്ചിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളുണ്ടാവും. എനിക്ക് വീടിൻ്റെ പുറത്തിറങ്ങി ചെടികൾ നനയ്ക്കാം അല്ലേ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് പോയി സംസാരിക്കാം, അങ്ങനെ എനിക്ക് ഓൾട്ടർനേറ്റ് വേയ്സ് കണ്ടെത്താൻ പറ്റും. അതേപോലെ തന്നെയാണ് ആൻഡ്രൂ സലിവൻ ഇവിടെ പറയുന്നത്. ഐപോഡ് നമുക്ക് ബോറടിച്ചിരിക്കുമ്പോൾ ഐപോഡ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള വേയ്സ് അത് ആ ബോർഡം ഓവർകം ചെയ്യാൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ആൻഡ്രൂ സലിവൻ ഒരു ട്രിപ്പ് പോയി ആൻഡ് അദ്ദേഹം ഐപോഡ് എടുക്കാൻ മറന്നു എന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ അദ്ദേഹം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു കേട്ടോ. പക്ഷേ പിന്നെന്താണ് ചെയ്തത്, ചുറ്റുമുള്ള സറൗണ്ടിങ്ങും സോഷ്യൽ ക്യൂസ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. എയർപ്ലെയിൻ്റെ സൗണ്ട്, അതുപോലെ തന്നെ ടാക്സി ഡ്രൈവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പം അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം എന്താണ്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് അല്ലേ. എല്ലാ മനുഷ്യന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്, പക്ഷെ നമ്മളത് മൈൻഡ് ആക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ടെക്നോളജിക്കൽ സംഭവം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് ഒതുങ്ങിപ്പോവാണ്. അപ്പോൾ അദ്ദേഹം എസ്സേ എൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: everyone should come out of the hyper real world and try to touch with the real world where one could enjoy lots of things അല്ലേ. എല്ലാവരും ഹൈപ്പർ റിയാലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരണം, എന്നിട്ട് നമ്മുടെ ഒരു റിയൽ വേൾഡിനെ നമ്മൾ തൊടണം, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എൻജോയ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാനുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു മെസ്സേജ് എന്താണ്, ഈ ഐപോഡ് എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു മൊബൈൽ ജനറേഷനിലാണ് അല്ലേ. നമുക്ക് അത്രയും സ്മാർട്ട് ഫോൺസും കാര്യങ്ങളും നമ്മൾ ഭയങ്കര അഡിക്റ്റഡ് ആണ്. അപ്പം എത്രത്തോളം നമുക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ തന്നെ വിചാരിക്കുക, അതൊന്ന് മാറ്റി വെക്കാം, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും നമ്മുടെ ബോർഡം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Do follow. Thank you.